സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടിവിയും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐക്യത്തിൻ്റെ കുദാശ എന്നറിയപ്പെടുന്ന പൗരോഹിത്യ കുദാശയെക്കുറിച്ചാണ്. ഈ കുദാശയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഏതായിരുന്നു? പൗരോഹിത്യത്തെക്കുറിച്ചാണ് അല്ലേ? അച്ഛന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ആരുടെയല്ലേ മൈക്കുള്ളേ? ഷിജിത്ത് സാറിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ്. എന്താണ് ഈ അച്ഛന്മാരെക്കുറിച്ച്? അച്ഛന്മാരുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർ അല്ലേ? പൗരോഹിത്യം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഓർമ്മ വരിക? ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ എപ്പോഴും അങ്ങനെ ഓർമ്മ വരുന്നേ. ദൈവത്തിന് സ്തുതി. ഏതാണെങ്കിലും ഷിജിത്തിന് അച്ഛൻ എന്ന് കേൾക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് ഓർമ്മ വരുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? പലപ്പോഴും നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വശത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പുരോഹിതൻ ഈശോ മിശിഹായുടെ പ്രതിനിധിയാണ്, ഈശോ തന്നെയാണ്. ആൾത്തർ ക്രിസ്തുസ് എന്നാണ് സഭ പുരോഹിതനെ വിളിക്കുന്നത്. മറ്റൊരു ക്രിസ്തുവാണ് പുരോഹിതൻ എന്ന് പറയുക. കാരണം ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തവയത്രയും ചെയ്യാനും അവിടുന്ന് പഠിപ്പിച്ചവയത്രയും ലോകത്തിൻ്റെ അതിരുകളോളം അവസാനത്തോളം പഠിപ്പിക്കുവാനുമായി അവിടുന്ന് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തുവെന്നും ആ അപ്പസ്തോലിക ശുശ്രൂഷയിൽ പങ്കുചേരാനുള്ള വിളിയാണ് പൗരോഹിത്യം എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഈ പൗരോഹിത്യം എന്ത് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു വലിയ സത്യം അടങ്ങിയിരിക്കുന്നു. ഒന്ന്, അത് ഈശോ മിശിഹ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് പുരോഹിതന്. അതാണ് പ്രധാനപ്പെട്ട സത്യം. ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, അഹറോനെ പോലെ ദൈവത്തിൻ്റെ വിളി ലഭിക്കാതെ ആരും സ്വയമേവ ഈ പദവി ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കും ഞാൻ അങ്ങ് അച്ഛനായേക്കാം എന്ന് വിചാരിച്ചാൽ വൈദികനാകാൻ സാധിക്കില്ല. മറിച്ച് അത് ദൈവം കൂടി തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പലരും ചോദിക്കാറുണ്ട്, ഈ 10ാം ക്ലാസ് കഴിയുമ്പോഴൊക്കെ ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ ഒരു കൊച്ച് സെമിനാരിലേക്ക് പോകുന്നത് ശരിയാണോ, മടത്തി പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അല്ലേ? നിങ്ങളും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം ആലോചിച്ച് കണ്ടെത്തിയെടുക്കുന്നൊരു തീരുമാനമല്ല പൗരോഹിത്യം. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവം 10ാം ക്ലാസ് കഴിഞ്ഞ് വിളിച്ചാൽ അത് വിളിയാണ്. ദൈവം ഡിഗ്രി കഴിഞ്ഞാൽ വിളിക്കുന്നതെങ്കിൽ അതും വിളിയാണ്. ദൈവം PhD കഴിഞ്ഞാണ് ഒരു കൊച്ചിനെ വിളിക്കുന്നതെങ്കിൽ അതും വിളിയാണ്. പക്ഷേ പലപ്പോഴും കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ ഈ PhD കഴിഞ്ഞ് ദൈവം വിളിച്ചാൽ പലർക്കും ചെവി വയ്ക്കുകയാണ്. അതുകൊണ്ട് ദൈവം നേരത്തെ വിളിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുക. ഏതാണെങ്കിലും ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് അതിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. രണ്ടാമതായി, എന്തിനു വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായുടെ തുടർച്ചയായ തിരുസഭയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു സാമൂഹിക സേവന രംഗത്തെ ശുശ്രൂഷയല്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല.
പൗരോഹിത്യം എന്ന് പറയുന്നത് കുറേ ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതും പൗരോഹിത്യമല്ല. അവയെല്ലാം അതിൻ്റെ ഭാഗമാകാം. പക്ഷേ പൗരോഹിത്യം തിരുസഭയിലെ ശുശ്രൂഷയാണ്. തിരുസഭയിൽ ജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള വിളിയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. മൂന്നാമതായി പൗരോഹിത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുരോഹിതൻ സഭയുടെ ശുശ്രൂഷകനായതുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സഭയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവൻ പ്രവർത്തിക്കേണ്ടത്. കാരണം ഈ പൗരോഹിത്യം സഭയിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു കൂദാശയാണ്. സഭയാണ് സഭയുടെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സഭയിൽ നിയമാനുസൃതം ചുമതലപ്പെട്ട മെത്രാന്മാരുടെ കൈവെപ്പിലൂടെയാണ് പൗരോഹിത്യം ലഭിക്കുക, അല്ലേ? അതുകൊണ്ട് തന്നെ പൗരോഹിത്യം എപ്പോഴും സഭയോട് ചേർന്ന് സഭയോടൊത്ത് നടത്തേണ്ട ഒരു ശുശ്രൂഷയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ പുരോഹിതൻ ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായും വ്യത്യസ്തമാണ്. അവനെ പ്രബോധിപ്പിക്കാൻ, വിശുദ്ധീകരിക്കാൻ, നയിക്കാൻ ഒക്കെയുള്ള വലിയ ദൗത്യങ്ങൾ ഈശോ മിശിഹ പുരോഹിതനെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ വക സത്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഈ നിർദ്ദിഷ്ട ഭാഗത്ത് പരാമർശിക്കുന്നത് നിങ്ങളെല്ലാവരും വായിച്ചു പഠിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? എങ്കിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകളുടെ സമയത്ത് വെളിപ്പെടുത്താം എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഒരുങ്ങാം. അത് കഴിയുമ്പോൾ ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. ചർച്ചകളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ചർച്ചകളൊക്കെ അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ ആരാണ് ആദ്യമേ ചോദ്യം ഉന്നയിക്കുന്നത്? ഓക്കെ, അവിടുത്തെ ഹെഡ്മാഷായ ജോമേഷ് സാറാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. എന്താണ് സാറിൻ്റെ ആദ്യത്തെ ചോദ്യം? അഭിവന്ദ്യ പിതാവേ, ഇതാണ് എൻ്റെ ചോദ്യം. പൗരോഹിത്യം എന്ന കൂദാശയുടെ സ്ഥാപനത്തെക്കുറിച്ചും അതിൻ്റെ ദൗത്യങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ? ആ പൗരോഹിത്യം എന്ന കൂദാശ യഥാർത്ഥത്തിൽ ബൈബിളിൽ അത് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്, അല്ലേ? അതാണ് ജോമേഷ് സാറിൻ്റെ ചോദ്യം. ബൈബിളിൽ പൗരോഹിത്യത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈശോ ഇങ്ങനെ ഒരു പൗരോഹിത്യം സ്ഥാപിച്ചു? എന്നായിരിക്കും ഈശോ സ്ഥാപിച്ചത്? നിങ്ങളെങ്ങനെയാണ് വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത്? എന്നാ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചത് എന്നാണ് നമ്മൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്നത്? അന്ത്യത്താഴവേളയിൽ. അതെന്നായിരുന്നു? പെസഹ തിരുനാൾ. പെസഹ തിരുനാളിൽ പെസഹ വ്യാഴാഴ്ച ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചു എന്നാണ് നമ്മുടെ ഒരു പരമ്പരാഗത വിശ്വാസം, അല്ലേ? ഈശോ എന്ത് വാചകം പറഞ്ഞപ്പോഴാണ് പൗരോഹിത്യം സ്ഥാപിച്ചത് എന്ന് നമ്മൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. എന്തായിരിക്കും അത്? ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായി. ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പൗരോഹിത്യമല്ല സ്ഥാപിച്ചത്. എന്ത് സ്ഥാപിച്ചു? വിശുദ്ധ കുർബാന സ്ഥാപിതമായി. അത് കഴിഞ്ഞിട്ട് ഈശോ ഒരു കാര്യം പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യെസ്, സിറോ മലബാർ കുർബാനയിൽ അത് പറയുന്നുണ്ട്. അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, അല്ലേ? അതായത് എല്ലാ റീത്തിലും പറയുന്നുണ്ട്. സിറോ മലബാർ കുർബാനയിലെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈശോ കൽപ്പിച്ചതുപോലെയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ഇപ്രകാരം ഇത് അനുഷ്ഠിക്കാനുള്ള കൽപ്പന ഈശോ തൻ്റെ 12 അപ്പസ്തോലന്മാർക്ക് നൽകിയപ്പോൾ പൗരോഹിത്യം സ്ഥാപിതമായി എന്നാണ് തിരുസഭ വിശ്വസിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചത് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും
അത് ലോകാവസാനത്തോളം തുടരാൻ അവിടുന്ന് പൗരോഹിത്യം എന്ന കൂദാശ സ്ഥാപിക്കുകയും ചെയ്തു. ഈ പൗരോഹിത്യം എന്ന കൂദാശയുടെ സ്ഥാപനം ഈ പെസഹ വ്യാഴാഴ്ച മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അബദ്ധം പറ്റും. മറിച്ച് അതിനൊരു നീണ്ട തെരഞ്ഞെടുപ്പ് പരിശീലനമുണ്ടായിരുന്നു. ഈശോ തന്നോടൊപ്പമായിരിക്കുവാൻ, തൻ്റെ വചനങ്ങൾ കേട്ട് പഠിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗങ്ങളെ സുഖപ്പെടുത്താൻ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ അവിടുന്ന് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. 12 പേര്. ആ തെരഞ്ഞെടുപ്പുണ്ട്, അവരുടെ പരിശീലനമുണ്ട്. പരിശീലനത്തിനൊടുവിൽ അവിടുന്ന് അവരെ നിയോഗിക്കുകയാണ് ഈ ഒരു വലിയ ദൗത്യം നിറവേറ്റാൻ വേണ്ടി. അവിടെ കൊണ്ടും തീർന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപന വാക്യം അതാണ് എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക. അത് മറ്റൊന്നുമല്ല, അനന്തരം അവിടുന്ന് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഊതി, അവരുടെ തലയിൽ ഊതി എന്നിട്ട് ഈശോ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞു. പൗരോഹിത്യം ഈശോ മിശിഹായുടെ ഈ ഊതലിലൂടെയാണ് ആരംഭിക്കുക. അല്ലേ? നമ്മൾ ഊതരുത് എന്ന് പറയുന്നത് പോലത്തെ ഊത്തല്ല. ഈശോ പരിശുദ്ധാത്മാവിനെ നൽകി. ദൈവം ഇതുപോലെ ഇതിനു മുമ്പ് ഒരു ഊതൽ നടത്തിയായിരുന്നു. എവിടെയാ? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഊതി എന്നാണ്, അല്ലേ? സമാനമായ ഒരു പ്രവൃത്തി ദൈവം രണ്ടാമത് ചെയ്യുന്നത് പൗരോഹിത്യം സ്ഥാപിക്കുമ്പോഴാണ്. അതായത് അതിലൊരു വലിയ അർത്ഥം വിശുദ്ധ ഗ്രന്ഥം ഒളിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ ഊതപ്പെട്ടപ്പോൾ അവനിൽ ദൈവം കൊടുത്ത വരപ്രസാദത്തിൻ്റെ കൃപ, പൂർണ്ണത, അത് ദൈവം വീണ്ടും ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ആർക്കാണ്? ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടി അതിനുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരു തെരഞ്ഞെടുപ്പ്, പരിശീലനം, ദൗത്യം ഭരമേൽപ്പിക്കൽ, അതുപോലെ തന്നെ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞ് ഈശോ അവരെ പ്രേക്ഷിത വേലയ്ക്കായി അയച്ചു. ചില കാര്യങ്ങൾ അധികാരം കൊടുത്തുകൊണ്ട്. എന്തൊക്കെയാണ് അധികാരം? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. 3-ാമത്തെ അധികാരം, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 4, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം. 5, രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം. ഇങ്ങനെയുള്ള അധികാരങ്ങൾ കൂടി കൈമാറിയാണ് ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് പൗരോഹിത്യ സ്ഥാപനം പെസഹ വ്യാഴാഴ്ചയിലെ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിൽ മനസ്സിലാക്കരുത്. ഈശോ മിശിഹ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ച നാൾ മുതൽ അവിടുന്ന് പൗരോഹിത്യം എന്ന കൂദാശയുടെ സ്ഥാപനത്തിന് വേണ്ടി തൻ്റെ ശിഷ്യരെ ഒരുക്കുകയായിരുന്നു എന്നും തൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ അവിടുന്ന് പൗരോഹിത്യത്തെ പൂർത്തീകരിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാം. ജോമേഷ് സാറിന് വ്യക്തമായി എന്ന് കരുതുന്നു. നല്ല ഒരു വിവരണമായിരുന്നു നമുക്ക് ലഭിച്ചത്. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ബിജി ടീച്ചറാണ്. എന്താണ് ടീച്ചറുടെ സംശയം? അഭിവന്യ പിതാവേ, മെൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് ഈശോയുടേത് എന്ന് മതബോധന ഗ്രന്ഥത്തിൽ വായിച്ചു. എന്താണ് മെൽക്കി സദേക്കിൻ്റെ ക്രമം? ആരാണ് മെൽക്കി സദേക്ക്? ഒന്ന് വിശദീകരിക്കാമോ? യെസ്, മെൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് പുതിയ നിയമ പുരോഹിതൻ എന്ന ഒരു സൂചന ഹെബ്രായ ലേഖനത്തിൽ നിന്നാണ് ടീച്ചറിന് ലഭിക്കുന്നത്, അല്ലേ? മതബോധന ഗ്രന്ഥം അങ്ങനെ പറയുന്നുണ്ട്. ആരായിരിക്കും മെൽക്കി സദേക്ക്? മെൽക്കി സദേക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലാണ് പരാമർശമുള്ളത്, അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയായിരിക്കും? എവിടെയോ ഉണ്ട്, അല്ലേ? അബ്രാഹം മെൽക്കി സദേക്ക് എന്ന സാലേം രാജാവിനെ കണ്ടുമുട്ടുന്നു. അബ്രാഹം സാലേമിലെ രാജാവായ
സാലേം, ഷാലേം എന്നൊക്കെ പറയുന്ന എന്താണ്? അതാണ് ഈ ശാലോം എന്ന വാക്ക് വന്ന അതിൽ നിന്നാണ്. ഏതാണ്? സമാധാനം. സമാധാനം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ രാജാവാണത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മെൽക്കി സദേക്ക്. മെൽക്ക എന്ന് പറഞ്ഞാൽ മെലക്, ഹീബ്രു ഭാഷയിൽ രാജാവാണ്. അതേസമയം സാദീഖ് അതെന്താണ്? നീതി. നീതിയുടെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നൊക്കെയാണ് വളരെ പ്രതീകാത്മകമായി അത് വിശേഷിപ്പിക്കുന്നത്. നീതിയുടെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നൊക്കെയുള്ള ഈ പദപ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ ആരെ വിശേഷിപ്പിക്കാനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്? ടീച്ചർ ചോദ്യം ചോദിച്ച ടീച്ചറോട് തന്നെയാണ്. ടീച്ചറിൻ്റെ പേരെന്നായിരുന്നു? ബിജി. ബിജി ടീച്ചർ, എന്താണ് ഇത് പുതിയ നിയമത്തിൽ ആരെ ഇത് സൂചിപ്പിക്കുന്നത്? ഈശോയെ. ഈശോയെ സൂചിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ ആമുഖത്തിൽ അബ്രാഹത്തിൻ്റെ വിളിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ വിവരണത്തിൽ നമ്മൾ കാണുകയാണ് അബ്രാഹം ഒരു രാജാവിനെ കണ്ടുമുട്ടുന്നു. അബ്രാഹം വിശ്വാസികൾക്ക് പിതാവാണ്. വിശ്വാസികൾക്ക് പിതാവായ അബ്രാഹം മെൽക്കി സദേക്ക് എന്ന രാജാവിനെ കണ്ടുമുട്ടി. അദ്ദേഹം സമാധാനത്തിൻ്റെ രാജാവാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് നീതിയുടെ രാജാവ് എന്നാണ്. മലക് സെദക്, ഈ രണ്ട് വാക്ക് ചേർന്ന്. അതായത് രാജാവ്, നീതി, ശാലേമിലെ രാജാവ്. അപ്പം നീതി, സമാധാനം, രാജാവ്, ഈ മൂന്ന് പദങ്ങൾ ഈ വിവരണത്തിലുണ്ട്. ഇത് മൂന്നും ആരുടെ വിശേഷണങ്ങളാണ് വാസ്തവത്തിൽ? ഈശോയുടെ വിശേഷണം. രണ്ടാമതായിട്ട് ഈ മെൽക്കി സദേക്കിന് അബ്രാഹം ദശാംശം കൊടുക്കുന്നു. സാധാരണ ദശാംശം കൊടുക്കുന്ന ആർക്കാ? ദൈവത്തിനാണ് അല്ലേ? ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം അബ്രാഹം മെൽക്കി സദേക്കിന് കൊടുക്കുന്നു. അവനെ വിളിക്കുന്നത് എങ്ങനെയാണ്? അത്യുന്നതൻ്റെ പുരോഹിതൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം മെൽക്കി സദേക്കിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മെൽക്കി സദേക്ക് ആരാണ്? ഒരു ദൈവീക പ്രതിരൂപമായ വ്യക്തിത്വമാണ് അല്ലേ? വീണ്ടും പഴയ നിയമത്തിൽ ഒരിടത്തും കാണാത്തൊരു കാര്യം മെൽക്കി സദേക്ക് ചെയ്യുന്നുണ്ട്. അവൻ അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പിച്ചു അല്ലേ? അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പിച്ചു. പുതിയ നിയമത്തിലെ ബലികൾ എങ്ങനെയാ? അപ്പവും വീഞ്ഞും ഉപയോഗിച്ച്. പഴയ നിയമത്തിലോ കാളക്കിടാവിനെ, ആടിനെ, പ്രാവിനെ ഒക്കെ കഴുത്തറുത്ത് കൊന്ന് അതിൻ്റെ ചോര വീഴിക്കുകയാണ് ബലി. പക്ഷെ ഇവിടെ മെൽക്കിസദേക്ക് ബലിയർപ്പിക്കുന്ന അങ്ങനെയല്ല. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈശോ മിശിഹായിലൂടെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്ന യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പ്രതിരൂപം എന്ന് പറയുന്നത് മെൽക്കിസദേക്കാണ്. അപ്പോൾ പഴയ നിയമത്തിലെ രണ്ട് പുരോഹിത പ്രതീകങ്ങൾ, ഒന്ന് അഹറോനാണ് എങ്കിൽ മറ്റൊന്ന് മെൽക്കിസദേക്കാണ്. അഹറോൻ്റേത് പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ മുഴുവനും പിതൃത്വമാണ്. അതേസമയം പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ പിതൃത്വം ആർക്കാണ്? മെൽക്കിസദേക്കിന്. കാരണം അത് ഈശോ മിശിഹായുമായി താരതമ്യം ചെയ്യാവുന്ന എല്ലാ പദങ്ങളും വിശേഷണങ്ങളും മെൽക്കിസദേക്കിനെ കുറിച്ചുള്ള വിവരണങ്ങളിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാണ് നീ എന്ന് പറയുമ്പോൾ ഈശോ മിശിഹായെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഈശോയുടെ പൗരോഹിത്യത്തെ പ്രതിനിധീകരിക്കുന്ന പഴയ നിയമ വ്യക്തിത്വമാണ് ആര്? മെൽക്കിസദേക്ക്. അതുകൊണ്ട് മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് ഈശോ മിശിഹായിൽ പൗരോഹിത്യം സ്വീകരിച്ചവർ എന്ന് തന്നെയാണ് അർത്ഥം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് മേഴ്സി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെറുപട്ടങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ പട്ടങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് വിശദീകരിക്കാമോ? മേഴ്സി ടീച്ചർ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെറുപട്ടങ്ങൾ അല്ലേ? യെസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ വലിയ പറപ്പിക്കുന്ന പട്ടങ്ങളല്ല, ഈ വലിയ പട്ടങ്ങൾ പറപ്പിക്കുന്നു, ചെറിയ പട്ടം, ആ രീതിയിലുള്ള പട്ടമല്ല, മൈനർ ഓർഡേഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ
ചെറുപട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് ഓരോ സഭകളിലും റീത്തുകളിലും ഒക്കെ അതിന് വ്യത്യാസമുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ലത്തീൻ റീത്തിൽ അതിൻ്റെ പേര് വ്യത്യസ്തമാണ്, പൗരസ്ത്യ റീത്തുകളിൽ അതിൻ്റെ പേര് വ്യത്യസ്തമാണ്. അതായത് ചെറുപട്ടങ്ങളിൽ ഒന്നാമത്തേത് ഒരു കാലത്ത് 7ാമത്തെ പട്ടമായിട്ടാണ് പൗരോഹിത്യത്തെ കരുതിയിരുന്നത്. ഇപ്പോൾ സഭയിൽ അത്രയും വിശാലമായ ഒരു ക്രമമില്ല. പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ഡീക്കൻ പട്ടം, അതിനു മുൻപ് സബ് ഡീക്കൻ പട്ടം, അതിനു മുമ്പ് ആക്കോളൈറ്റ് പട്ടം. ഇതിനെ പൗരസ്ത്യരെ വിളിച്ചുകൊണ്ടിരുന്നത് കാറോയ, ഹൗപ്പതിയാക്കോൻ, അതുപോലെ ശംശാനം. ഇങ്ങനെ 3 പട്ടങ്ങളാണ് പൗരോഹിത്യ പട്ടത്തിന് ഒരുക്കമായ പട്ടങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നു. ഇതിൽ കാറോയ പട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറോയ പട്ടക്കാരൻ്റെ പ്രധാന ദൗത്യം പള്ളി സംരക്ഷിക്കുക, പള്ളിയുടെ വാതിലുകൾ തുറക്കുക, അടയ്ക്കുക. ഇതൊക്കെയാണ് കാറോയക്കാരൻ്റെ ഉത്തരവാദിത്വം. അതുപോലെ തന്നെ അവന് പഴയ നിയമം വായിക്കാം. സബ് ഡീക്കൻ പട്ടത്തിലെത്തിയ വ്യക്തിക്ക് പുതിയ നിയമത്തിൽ നിന്നുള്ള വായനകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രഘോഷണപരമായി വായിക്കാൻ അവകാശം. സബ് ഡീക്കൻ പട്ടത്തിന് ഇങ്ങനെ പഴയ രീതിയിലായിരുന്നെങ്കിൽ സബ് ഡീക്കൻ പട്ടത്തിന് പിശാചുക്കളെ ഓടിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പം അങ്ങനെ ഇന്ന പട്ടത്തിലാണത് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പൗരോഹിത്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ പിശാച് ബാധ ഒഴിപ്പിക്കലിനെ നമ്മൾ മനസ്സിലാക്കുക. 3ാമത്തേത് ശംശാന അഥവാ ഡീക്കൻ പട്ടം. ഡീക്കൻ പട്ടം സ്വീകരിച്ച വ്യക്തിക്ക്, അതും പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ റീത്തിലും വ്യത്യസ്ത ധർമ്മങ്ങളാണ് ഉള്ളത്. രണ്ടിടത്തുമുള്ള ഒരു ധർമ്മമുള്ളത് ദൈവവചനം വായിക്കാനും ആ വചനം ദൈവജനത്തിന് മുമ്പിൽ ഔദ്യോഗികമായി വ്യാഖ്യാനിക്കാനും, എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച കുർബാനയിൽ പ്രസംഗം പറയാനുള്ള അധികാരം ആർക്കുണ്ട്? ഡീക്കനുണ്ട്. പാശ്ചാത്യ സഭകളിൽ ഡീക്കന് കുറേ കൂടി വലിയ അധികാരങ്ങളുണ്ട്. ഒരു വിവാഹം ആശീർവദിക്കാനുള്ള അധികാരം ഡീക്കന് ലത്തീൻ സഭയിലുണ്ട്. അതേസമയം പൗരസ്ത്യ സഭകളിൽ അതില്ല. അത് പൗരസ്ത്യ സഭയിലെ ഡീക്കൻ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല, മറിച്ച് വിവാഹത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം വ്യത്യസ്തമാണ് എന്നതുകൊണ്ട്. വിവാഹത്തെ പൗരസ്ത്യ സഭയിലെ ദൈവശാസ്ത്രം അനുസരിച്ച് വിവാഹത്തിൻ്റെ കാർമ്മികൻ വൈദികൻ തന്നെ. അതേസമയം പാശ്ചാത്യ സഭയിൽ വിവാഹത്തിൻ്റെ കാർമ്മികര് ദമ്പതികൾ തന്നെ. പൗരസ്ത്യ സഭയിൽ അതുകൊണ്ട് വിവാഹം പൂർണ്ണമാകണമെങ്കിൽ വൈദികൻ്റെ ആശീർവാദം ആവശ്യമുണ്ട് എന്നുള്ള ഒരു ദൈവശാസ്ത്രം നിലനിൽക്കുന്നതുകൊണ്ടാണ് പൗരസ്ത്യ സഭയിൽ വിവാഹം വൈദികർ മാത്രമേ നടത്തുള്ളൂ, ഡീക്കന്മാർ നടത്തിയല്ല എന്ന് പറയും. അതേസമയം പാശ്ചാത്യ സഭയിൽ വ്യത്യസ്തമാണ്. മൃതസംസ്കാര ശുശ്രൂഷകൾ ചെയ്യാൻ ഡീക്കന് അവകാശമുണ്ട്. ഡീക്കൻ പട്ടം അതിൽ തന്നെ പൂർണ്ണമായൊരു പട്ടമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഡീക്കന്മാരും പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഈ ശുശ്രൂഷകൾ നിറവേറ്റിക്കൊണ്ട് ജീവിതകാലം മുഴുവനും ഡീക്കനായിട്ട് തുടരാം. അവരെയാണ് സ്ഥിരൻ ഡീക്കന്മാർ, പെർമനൻ്റ് ഡീക്കന്മാർ എന്ന് പറയുന്ന. അങ്ങനെയുള്ള ഇപ്പോൾ പല രാജ്യങ്ങളിലുണ്ട്. സിറോ മലബാർ സഭയിൽ തന്നെ അങ്ങനെയുണ്ട്. അൽമായരായി അല്ലെങ്കിൽ ആയിരുന്ന വ്യക്തികൾ പ്രത്യേക പരിശീലനം സിദ്ധിച്ച് അവർ സ്ഥിരം ഡീക്കന്മാരായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളും. അതുകൊണ്ട് ഡീക്കൻ പട്ടത്തെ ഒരു പൗരോഹിത്യത്തിനുള്ള ഒരു ഒരുക്കപ്പട്ടം എന്ന് മാത്രം കരുതേണ്ടതില്ല. പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ഡീക്കൻ പട്ടം സ്വീകരിച്ചിരിക്കണം എന്നുള്ളത് സത്യം. പക്ഷേ ഡീക്കനായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാവുന്ന പല സഭാപിതാക്കന്മാരും ഡീക്കന്മാരാണ്. നമ്മൾ ഏറെ പ്രഘോഷിക്കുന്ന പൗരസ്ത്യ സുറിയാനി സഭയുടെ മൽപ്പാൻ വിശുദ്ധ എഫ്രേം ഒരു ഡീക്കനായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഈ ചെറിയ പട്ടങ്ങൾ എന്ന് പറയുന്നത്. മേഴ്സി ടീച്ചർ, ഡീക്കൻ പട്ടം ഒരു പ്രധാന പട്ടമാണല്ലോ. ഇത് സാധാരണയായി ഇടവക ദേവാലയത്തിൽ വെച്ച് നൽകപ്പെട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നൽകപ്പെടാത്തത്? അങ്ങനെ നൽകപ്പെടുകയാണെങ്കിൽ കൂടുതൽ വൈദികരെ ലഭ്യമാക്കാൻ സാധിക്കില്ലേ?
യെസ്, ഡീക്കൻ പട്ടം എന്തുകൊണ്ട് ഇടവക ദേവാലയത്തിൽ വെച്ച് നൽകപ്പെടുന്നില്ല എന്നൊരു ചോദ്യം. ഡീക്കൻ പട്ടം ഇടവക ദേവാലയത്തിൽ വെച്ച് നൽകാവുന്നതാണ്, അതിനകത്ത് ഒരു തടസ്സവും ഇല്ല. പക്ഷേ പിറ്റേ വർഷം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഡീക്കൻ പട്ടം മാത്രം സ്വീകരിച്ച് ആരും നിൽക്കുന്നില്ല. ഡീക്കൻ പട്ടം സ്വീകരിച്ച വ്യക്തികൾ സ്വാഭാവികമായും 6 മാസത്തിനുള്ളിൽ ആരാകും? വൈദികരായിത്തീരും. അതുകൊണ്ട് ഇതെല്ലാം ചെലവല്ലേ അല്ലേ? അതുകൊണ്ട് ഏതാണേലും പൗരോഹിത്യ പട്ടം ഇടവകയിൽ വെച്ച് സ്വീകരിക്കുന്നു എന്നുള്ളതിനാൽ ഡീക്കൻ പട്ടം സാധാരണ എല്ലാവരും ഒരുമിച്ച് ഈ മൈനർ ഓർഡേഴ്സിൻ്റെ കൂടെ നൽകപ്പെടുകയാണ്. അതിൽ ഇടവക്കാർക്ക് പോകാം. ഇത് നടത്തുന്ന ഈ സ്ഥലത്തെ മനുഷ്യർക്കത് കാണാം. അത് ദൈവവിളി പ്രോത്സാഹനത്തിന് സഹായകമല്ലേ എന്ന് ചോദിച്ചാൽ, ദൈവവിളി പ്രോത്സാഹനത്തിന് ഏറ്റവും സഹായകമായ പൗരോഹിത്യ പട്ടം ഇടവകയിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിലൂടെ കൂടുതൽ പേര് പ്രോത്സാഹിപ്പിക്കപ്പെടാനാണ് സാധ്യത. ഡീക്കൻ പട്ടത്തെക്കാളും കൂടുതൽ ആകർഷണീയമായ ചടങ്ങുകളുള്ളതും ആകർഷകമായ വേഷവിധാനങ്ങളുള്ളതും ഒക്കെ ഏതിനാണ്? പൗരോഹിത്യ പട്ടത്തിനാണ്. അതുകൊണ്ട് പൗരോഹിത്യ പട്ടം തന്നെയാണ് ഇടവകളിൽ വെച്ച് നൽകപ്പെടേണ്ടതും ദൈവവിളി പ്രോത്സാഹനത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതും എന്ന് കരുതുന്നതാണ്. മറിച്ച് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും അത്തരത്തിലുള്ള നിലപാടുകൾക്ക് വിരുദ്ധമാകും. വല്ല കാലത്തും ഒരു ഡീക്കനൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അത് വേണേൽ പരീക്ഷിക്കാവുന്നതാണ്. അല്ലാത്തപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്, ശ്രമകരമാണ്. ഡീക്കൻ പട്ടം നൽകണമെങ്കിൽ മെത്രാൻ വേണം, അതാണ് പ്രശ്നം. ഈ മെത്രാന് എല്ലാ ഡീക്കൻ്റെ ഇടവകളിൽ കൂടെ ചെല്ലണം. അതുതന്നെ ഒരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. സികാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.